എസ് കെ ഇതിൽ നമ്മളിപ്പോൾ മുൻമന്ത്രി ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി വി എസ് ശിവകുമാറിന്റെ സഹോദരൻ പ്രതിയായ ഒരു ശബരിമലയിലെ ഒരു പാത്ര അഴിമതി വാർത്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും മാരകമായ ഗ്രാവിറ്റിയിൽ ഭഗവാന്റെ അപ്പുറം ഇപ്പുറം ദ്വാരപാലരെ തൊട്ടു എന്ന രീതിയിലുള്ള വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിലെ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തിയാൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ, ഞാൻ പറയുന്നത് ഹൈന്ദവ ശബരിമല വിശ്വാസികളെ മാത്രമല്ല, ശബരിമലയെ ആദരിക്കുന്ന എല്ലാ വിശ്വാസി സമൂഹത്തെയും വല്ലാതെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. അതിന് ഇപ്പോഴും അത് കോടതിയിലാണ്, ഡിവിഷൻ ബെഞ്ചിന് തൃപ്തിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഉത്തരം കിട്ടാനുള്ള ചോദ്യങ്ങൾ ആത്യന്തികമായ അതേ ചോദ്യങ്ങൾ തന്നെയാണ്. എത്ര സ്വർണം കൊണ്ടുപോയി, എങ്ങനെയായിരുന്നു ക്രൈമിന്റെ രീതി, ഇത് എങ്ങോട്ട് കൊണ്ടുപോയി, ഇത് മൊത്തം മറിച്ച് വിറ്റോ തുടങ്ങിയ യാതൊരുവിധ കാര്യങ്ങൾക്കും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് ഒരു ഉത്തരം ഇപ്പോൾ കിട്ടിയിട്ടില്ല. സ്കാൻ ഇവിടെ ഡിവിഷൻ ബെഞ്ച് SITക്ക് പൂർണ്ണ തൃപ്തിയാണ് എന്ന് പറയുമ്പോൾ പോലും അതേ കോടതി തന്നെ മറ്റൊരു സിംഗിൾ ബെഞ്ച് SITയിൽ വലിയ സംശയം പ്രകടിപ്പിച്ച 1 അല്ല 2 അല്ല 3 അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് കോടതി SITക്ക് പൂർണ്ണ തൃപ്തിയാണ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അടക്കം മാത്രം പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഹൈക്കോടതി SITയിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ബാക്കി അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊരു വേദന ഉണ്ടാക്കുന്ന വിഷയമാണ്. അത് പ്രതിപക്ഷം ചർച്ചയാക്കിയാലും ഇല്ലെങ്കിലും വിശ്വാസി ഹൃദയങ്ങളുടെ വേദനയാണ് അത് ഇലക്ഷനിൽ പ്രതിഫലിക്കും. എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.